First question. For a game with pair of metrics, for a game with pair of metrics, the player A with a player B, B1, B2, B3, A1, A2, -1, 6, 2, 4, -2, -6. Determine the optimal strategies. Determine the optimal strategies for players A and B. Also determine the value of the game. Also determine the value of the game. Is this game first fair, second strictly determinable. അപ്പം പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒപ്റ്റിമൽ സ്ട്രാറ്റജി കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിച്ചിട്ട് അത് 0 ആണെങ്കിൽ നമ്മൾ ഫെയർ ആണെന്ന് പറയും അല്ലേ. പിന്നെ വാല്യൂ ഓഫ് ദ ഗെയിം മാക്സിമം വാല്യൂ മിൻമാക്സ് വാല്യൂം സെയിം ആണ് എങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ്ലി ഡിറ്റർമിൻ എന്ന് പറയും. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണ്, എ മാക്സിമൈസ് ചെയ്യുന്നു ബി മിനിമൈസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോ റോയുടെയും മിനിമം കണ്ടുപിടിക്കണം, ഓരോ കോളത്തിൻ്റെയും മാക്സിമം കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂസ് കാണിക്കുന്നത് ഗെയിൻ ആണ്, നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലോസ് ആണ്. ഗെയിൻ ടു പ്ലെയർ എ ഓർ losses to player B are represented by a positive quantity. Whereas losses to A and gain to B or gain to B are represented by negative, negative quantities. We assume that A wants to maximize his minimum gains from B. കാരണം ബി എപ്പോഴും ലോസ് കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പം എക്ക് എന്താ മാക്സിമൈസ് ചെയ്യേണ്ടത്, മിനിമം ഗെയിനുകളാണ്. കാരണം ലോസ് മിനിമൈസ് ചെയ്യാനാണ് ബി ശ്രമിക്കുന്നത്. അപ്പോൾ എ എപ്പോഴും മാക്സിമൈസ് ചെയ്യേണ്ടത് എന്താണ്, ആ മിനിമം ഗെയിനുകളെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. So we have to calculate the raw minima and then find the maximum among the raw minimum.
അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിനിമങ്ങളെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ റോ മിനിമം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണം. എക്ക് വേണ്ടി അതാ ചെയ്യുന്നത്. ഓൾസോ ബി വാണ്ട്സ് ടു മിനിമൈസ് ഹിസ് ലോസ്. Minimize his loss. And wishes that his losses to A be as small as possible. As small as possible. ലോസ് ഏറ്റവും കുറയ്ക്കാനാണ് ബി നോക്കുന്നത്. Therefore we have to calculate column maximum, column maxima and then find minimum among the column maximum. അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പം പ്ലെയർ എയെ രണ്ട് സ്ട്രാറ്റജി A1 A2, ഇവിടെ B1 B2 B3. ഇനി നമ്മളിവിടെ റോ മിനിമം എഴുതണം. -1 2 -2 6 4 -6. നമ്മൾ റോ മിനിമം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ -2, ഇവിടെ -6. ഇതിൻ്റെ -2ൻ്റെയും -6ൻ്റെയും മാക്സിമം വാല്യൂ എന്താണ്? -2 ആണോ -6 ആണോ വലുത്? -2 ആണ് വലുത്. അതിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യും. ഇതെന്താ? മാക്സ് മിൻ വാല്യൂ ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മിനിമങ്ങളുടെ മാക്സിമം ആയതുകൊണ്ട് അത് മാക്സ് മിൻ വാല്യൂ ആണ്. അതെവിടെയാണ് വന്നേക്കുന്നത്? ഈ ഇതാണ് -2 വന്നേക്കുന്നത്. അപ്പോൾ റോ മിനിമത്തിന് നമ്മൾ സ്ക്വയർ ചെയ്തു. ഇനി കോളം മാക്സിമം, ഇവിടെ 6, ഇവിടെ 4, ഇവിടെ -2. കോളം മാക്സിമങ്ങളുടെ മിനിമം എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ സർക്കിൾ ചെയ്തു. ഇതെന്ന് പറയുന്നത് എന്താണ്? മിനി മാക്സ് വാല്യൂ. മിനി മാക്സ് വാല്യൂ മാക്സിമങ്ങളുടെ മിനിമമാണ്. മാക്സിമങ്ങളുടെ മിനിമം കോളങ്ങളുടെ ഓരോന്നിനെയും മാക്സിമം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്തെ മിനിമം, അതും ഈ -2 തന്നെ. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തില്ലേ? രണ്ടും -2 ആയതുകൊണ്ട് ഇത് നമുക്കൊരു സാഡിൽ പോയിൻ്റ് ഉണ്ട് എന്ന് പറയാം. Here the quantity -2 in the A1 row and B3 column is enclosed both in box and circle. That is, it is both the minimum of the column maxima, it is both the minimum of column maxima and the maximum of the row minima, and the maximum of row minima. അല്ലേ? കോളം മാക്സിമത്തിൻ്റെ മിനിമവും റോ മിനിമത്തിൻ്റെ മാക്സിമവും സെയിം തന്നെ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സാഡിൽ പോയിൻറ്റ്. സാഡിൽ പോയിൻറ്റ്. കാരണം രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സാഡിൽ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ വാല്യൂ ആണ് വാല്യൂ ഓഫ് ദ ഗെയിം ആയിട്ട് വരുന്നത്. വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ -2. the payoff amount, ഈ സാഡിൽ പോയിൻ്റ് പേ ഓഫ് എമൗണ്ടിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദ ഗെയിം എന്ന്. the payoff amount the saddle point position, in the saddle point position is also called the value of the game. Value of the game.
ഹിയർ വാല്യൂ ഓഫ് ദ ഗെയിം ഈസ് ഈക്വൽ ടു എത്രയാ -2 അല്ലേ. വാല്യൂ ഓഫ് ദ ഗെയിം വി ഈസ് ഈക്വൽ ടു -2. അത് 0 അല്ലാത്തതുകൊണ്ട് ഇത് ഫെയർ അല്ല. Since v not equal to 0, the game is not fair. വാല്യൂ ഓഫ് ദ ഗെയിം 0 ആണെങ്കിൽ ഗെയിം ഫെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ മാക്സ് മിൻ വാല്യൂ മിൻ മാക്സ് വാല്യൂം സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ ആണെന്ന് പറയാൻ പറ്റും. ദ ഗെയിം ഈസ് സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ്. സാഡിൽ പോയിൻ്റ് ഉള്ള പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ റോഡേയും മിനിമം കണ്ടു, അതിനെ മാക്സിമം എന്ന് വിളിച്ചു. പിന്നെ കോളങ്ങളുടെ മാക്സിമം എടുത്തു, അതിൻ്റെ മിനിമം, അതിനെ മിനി മാക്സ് എടുത്തു. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് വാല്യൂ ഓഫ് ദ ഗെയിം സെയിം ആണെന്ന് പറയാം. വാല്യൂ ഓഫ് ദ ഗെയിം ആ പർട്ടിക്കുലർ വാല്യൂ ആണ്. ഇതിൻ്റെ സാഡിൽ പോയിൻ്റ് ഉണ്ട് ആൻഡ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ company management and the labor union are negotiating a new 3-year settlement. Each of these has 4 strategies. One, hard and aggressive bargaining. Reasoning and logic. Second, reasoning and logical approach. Third, legalistic strategy. Fourth, conciliatory approach. The cost of the company are given for every pair of strategy choice. ഇവിടെ യൂണിയൻ സ്ട്രാറ്റജീസ്, ഇവിടെ കമ്പനി സ്ട്രാറ്റജീസ്. One, 2, 3, 4. One, 2, 3, 4. ഇവിടെ 20, 15, 12, 35, 25, 14, 8, 10, 42, 10, 42, 10, 5, -5, 4, 11, 0. ഇതാണ് ടേബിൾ വന്നിരിക്കുന്നത്. വാട്ട് സ്ട്രാറ്റജി
will the two sides adopt. Also determine the value of the game. Also determine the value of the game. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്ട്രാറ്റജി അപ്പം ഇവിടെ നമ്മൾ റോ മിനിമങ്ങൾ കാണണം, ഇവിടെ കോളം മാക്സിമം കാണണം. റോ മിനിമയുടെ മാക്സിമം നമ്മൾ മാക്സ് മിൻ ആയിട്ട് എടുക്കുന്നു, കോളം മാക്സിമത്തിൻ്റെ മിനിമത്തെ നമ്മൾ മിൻ മാക്സ് ആയിട്ട് എടുക്കുന്നു. അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് അത് ഒപ്റ്റിമൽ സ്ട്രാറ്റജിയാണ് പറയാൻ പറ്റും. അപ്പോൾ അത് നോക്കാം. അപ്ലൈയിങ് ദ റൂൾ ഓഫ് finding out the saddle point, rule of finding out the saddle point we get table varayanam 1 2 3 4 the 1 2 3 4 the row minimum 20 25 40 minus 5 15 14 2 4 12 8 10 11 35 10 5 0. നമുക്ക് ആദ്യം റോ മിനിമം കാണാം. ഫസ്റ്റ് റോയുടെ മിനിമം എത്രയാണ്? 12 ആണ്. സെക്കൻഡ് റോയുടെ 8, ഇവിടെ 2, ഇവിടെ -5. അപ്പോൾ റോ മിനിമം കണ്ടിട്ട് നമ്മൾ അതിൻ്റെ മാക്സിമം, അതിന് നമ്മൾ മാക്സ് മിൻ എന്ന് പറയുന്നു. ഇത് മാക്സ് മിൻ, മിനിമങ്ങളുടെ മാക്സിമം നമ്മൾ മാക്സി മിൻ എന്ന് പറയുന്നു, മാക്സി മിൻ. അപ്പോൾ ഈ 12 വന്നത് എവിടെ നിന്നാണ്? ഇതാണ് നമ്മുടെ 12. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. ഇനി നമുക്ക് കോളം വൈസ് നോക്കുകയാണെങ്കിൽ മാക്സിമം നോക്കുന്നത് കോളം മാക്സിമം. കോളം മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിന് 40, രണ്ടാമത്തേന് 15, ഇവിടെ 12, ഇവിടെ 35. ഇനി നമ്മളെന്താ ഇതുങ്ങളുടെ മിനിമം, ഇതിൻ്റെ മിനിമം എത്രയാണ്? 12. ഇത് നമ്മുടെ മിനി മാക്സ്. നോക്കിയേ, ഇതും നമുക്ക് ഇവിടുത്തെ ഈ 12 ആണ് വന്നേക്കുന്നത്. രണ്ടും കൂടെ ഒരേ പൊസിഷൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് സാഡിൽ പോയിൻ്റ് ഉണ്ട്. വാല്യൂ ഓഫ് ദ ഗെയിം 12 ആണെന്നും പറയാൻ പറ്റും. ഹിയർ maximin equal to minimax is equal to 12. Therefore value of the game is 12. അപ്പം കമ്പനി എടുക്കുന്ന സ്ട്രാറ്റജി എന്താണ് അല്ലേ? ഇതാണ് കമ്പനിയുടേത്, ഇത് യൂണിൻ്റേത്. കമ്പനിയുടെ സ്ട്രാറ്റജി 3, യൂണിൻ്റെ സ്ട്രാറ്റജി 1 ആണ്. Therefore the company will adopt strategy, കമ്പനിയുടെ 3, strategy 3, and union will adopt strategy 1. യൂണിന് 1, കമ്പനിക്ക് 3. ഇതാണ് എൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് പി ആൻഡ് ക്യൂ. ഫൈൻഡ് ദി range of value of P and Q which will render the entry ordered by 2 2. Find the range of value of P and Q which will render the entry 2 2 a saddle point for the game
ഇത് പ്ലെയർ എ, ഇത് പ്ലെയർ ബി, B1 B2 B3, A1 A2 A3, 2 4 5, 10 7 Q, 10 7 Q, 4 P 6. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പിയുടെയും ക്യൂയുടെയും റേഞ്ചാണ്. ഈ 2 2 എന്നുള്ള സെല്ല്, 2 2 എന്നുള്ളത് ഈ 7 അല്ലേ, ഈ 7 നമുക്ക് സാഡിൽ പോയിൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, 2 2 എന്നുള്ള സെല്ല് സാഡിൽ പോയിൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂസിൻ്റെ റേഞ്ചാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട റോ മിനിമം കോളം മിനിമം വെച്ചിട്ട് നമുക്ക് ഈ 7 കിട്ടണമല്ലോ. അപ്പോൾ റോ മിനിമം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ക്യൂവും പിയും നോക്കണ്ട, അതില്ലാത്ത ബാക്കിയുള്ളത്. ഇപ്പോൾ ഈ റോ ആണെങ്കിൽ ഈ ക്യൂ നോക്കാതെ 10ൻ്റെയും 7ൻ്റെയും കൂടെ മിനിമം നോക്കുക. ഇവിടെയാണെങ്കിൽ 4ൻ്റെയും 6ൻ്റെയും കൂടെ മിനിമം. കോളം വൈസ് നോക്കുമ്പോഴും ക്യൂ നോക്കാതെ നമ്മൾ അതിൻ്റെ മിനിമം ക്യൂവും പിയുടെയും വാല്യൂസ് നോക്കാതെ മാക്സിമം കാണുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇഗ്നോറിങ് the values of P and Q in the payoff matrix, determine the max min first ignoring the values of P and Q in the payoff matrix, determine the max min and minimax values as below. നമുക്ക് മാക്സ് മിൻ വാല്യൂ മിനിമാക്സ് വാല്യൂസും കാണാം. A1 A2 A3, B1 B2 B3, 2 4 5, 10 7 Q, 4 P 6. ഇനി നമ്മൾ റോ മിനിമ, ഇതിൻ്റെ മിനിമം 2, ഇതിൻ്റെ മിനിമം 7, ഇതിൻ്റെ മിനിമം 6. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? 7 ആണ്. മാക്സിമിൻ 7 ആണ്. അപ്പോൾ 7 നമ്മൾ സ്ക്വയർ ചെയ്തു. ഇനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ കോളം മാക്സിമ, 10 7 6 മാക്സിമം വാല്യൂസ് എഴുതി. ഇതിൻ്റെ മിനിമം എത്രയാണ്? 7 ആണ്. മിനി മാക്സ്. അപ്പം ഇത് രണ്ടും 7 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി നോക്കേണ്ടത് ഈ 7 സാഡിൽ പോയിൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്തു. അപ്പം ഈ 7 ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് പിയുടെ നമ്മൾ കോളം മാക്സിമം 7 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ കോളം മാക്സിമം 7 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പിയുടെ നമ്മൾ ഈ കോളത്തിൻ്റെ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഈ കോളത്തിൻ്റെ മിനിമം മാക്സിമം വാല്യൂ 7 ആണ്. അപ്പോൾ പിയുടെ വാല്യൂ 7-നേക്കാളും കുറവോ ഈക്വലോ അല്ലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയാം. അപ്പോൾ ഇവിടെ 7 അല്ല 6 ആണല്ലേ, മാറിപ്പോയി. ഞാൻ എഴുതിയത് മാറിപ്പോയി. ഇവിടെ 7 അല്ല, ഞാൻ 7 നമ്മുടെ മിനിമം 6 ആണ്, സോറി. അപ്പം മാക്സിമം ചെയ്തത് ശരിയായിരുന്നു, ഇവിടെ നമുക്ക് 6 ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ല. അപ്പോൾ ഒന്ന് 7ഉം ഒന്ന് 6ഉം ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ? നമുക്കിവിടെ ചെയ്തപ്പം ഇത് മാർക്ക് ചെയ്യല്ലേ, ഇവിടെ 10, ഇവിടെ 7, ഇവിടെ 6. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ഇതാണ്, മിനിമാക്സ് വാല്യൂ 6 ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താ? ഇതിനെ നമുക്ക് മിനിമമായിട്ട് കിട്ടണമായിരുന്നു അല്ലേ? ഈ വാല്യൂ നമുക്ക് മിനിമമായിട്ട് കിട്ടണമായിരുന്നു. അപ്പോൾ ഇത് മിനിമമായിട്ട് കിട്ടണമെന്നുണ്ട്. ഇതിനെ നമുക്ക് മിനിമമായത്, അതായത് മാക്സിമിൻ ചെയ്തപ്പം 7 കിട്ടി, മിനിമാക്സ് ചെയ്തപ്പം നമുക്ക് 7 കിട്ടിയില്ല, 6 ആണ്. അതിലും ചെറിയ 6 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന വാല്യൂ ഇതിലും വലുതായിരുന്നുവെങ്കിൽ, 7-നേക്കാളും വലുതായിരുന്നുവെങ്കിൽ നമുക്ക് ഈ 7 ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇവിടുത്തെ ക്യൂവിൻ്റെ വാല്യൂ 7-നേക്കാളും വലുതായിരുന്നുവെങ്കിൽ, ഇവിടെ ക്യൂ എന്ന് പറയുന്ന വാല്യൂ 7-നേക്കാളും വലുതായിരുന്നുവെങ്കിൽ, ക്യൂ 7-നേക്കാളും വലുതായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ 7-നേക്കാളും വലിയ വാല്യൂ എടുത്തിട്ട് ഈ 7 ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ
പിയുടെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 7 കിട്ടണമെന്നുണ്ടെങ്കിൽ കോളത്തിൻ്റെ മാക്സിമം 7 കിട്ടണമെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ 7നേക്കാളും കുറഞ്ഞല്ലേ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. There is no unique saddle point. ഇവിടെ യുണീക്കായിട്ട് നമുക്ക് സാഡിൽ പോയിന്റ് കിട്ടിയില്ല. സോ സാഡിൽ പോയിന്റ് ഒക്കർ അറ്റ് 2 to only if എപ്പോഴാണ് ഇവിടെ നമ്മളെടുത്ത ചോയ്സ് ക്യൂ എന്ന് പറയുന്നത് 6. നമുക്ക് ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 6നേക്കാളും വലുതാണെങ്കിലേ നമുക്ക് ഇവിടെ 6നേക്കാളും വലിയ ഒരെണ്ണം കോളം മാക്സിമത്തിൽ വരുള്ളൂ. കാരണം ഈ കോളത്തിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ എഴുതിയേക്കുന്നത്. അത് നമുക്ക് 7 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ 7ഓ അതിൽ കൂടുതലോ വരണം. ഒൺലി ഇഫ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 7. ക്യൂ ഗ്രേറ്റർ ദാൻ 7 വന്നാൽ നമ്മുടെ കോളം മാക്സിമം എന്ന് പറയുന്നത് 7 വരും. അപ്പോൾ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിയുടെ വാല്യൂ എങ്ങനെ ഇരിക്കണം? ഈ കോളത്തിൽ നമുക്ക് മാക്സിമം പി കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം 7 ഈ കോളത്തിൻ്റെ മാക്സിമം നമുക്ക് 7 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പിയുടെ വാല്യൂ 7ഓ അതിൽ കുറവോ ആയിരിക്കണ്ടേ. ഒൺലി ഇഫ് ക്യൂ ഗ്രേറ്റർ ദാൻ 7 ആൻഡ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അതിൻ്റെ റീസൺ ഇതാണ്. ഇൻ കോളം B3 maximum should be greater than or equal to 7. Therefore നമുക്ക് 7 കൂടുതൽ വേണമെങ്കിൽ ഈ 7 ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Q should be greater than 7. In column B2 മാക്സിമം 7 ആയിരിക്കണം. അതുകൊണ്ട് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 കിട്ടും. അപ്പോൾ നമുക്കിത് ചൂസ് ചെയ്യാൻ വേണ്ടി ക്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7ഉം പിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7ഉം എടുക്കണം.